എക്സ്പോഷറിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് പറയുകയാണെങ്കിൽ എക്സ്പോഷർ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉദാഹരണത്തോടു കൂടി ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യാം. അതിന് മുൻപേ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അടിസ്ഥാന കാര്യം, കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞ എക്സ്പോഷർ ട്രയാങ്കിളിൽ വരുന്ന 3 കൺട്രോൾസ് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒന്നുകൂടി വിശദീകരിച്ചിട്ട് ഉദാഹരണത്തിലേക്ക് പോകാം. അതായത് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്ന കൺട്രോൾ, അതിൻ്റെ നമ്പർ കുറയും തോറും 1/200 ഉണ്ടായത് 1/100, 1/50, 1/2, 1 സെക്കൻഡ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ഇനി ഷട്ടർ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 1/100 എന്നുള്ളത് 1/200, 400, 800 ഒക്കെ ആക്കുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞ് വരികയാണ് ചെയ്യുക. രണ്ടാമത്തത് അപ്പർച്ചറിൻ്റെ നമ്പർ F4 എന്നുള്ളത് F3.5, F2.8, F2.4, 1.8 എന്നൊക്കെ ആക്കുമ്പോൾ നിങ്ങളുടെ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കൂടിക്കൂടിയാണ് വരിക. നിങ്ങൾക്ക് കിട്ടുന്ന ഫോട്ടോയുടെ ബ്രൈറ്റ്നസ് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ഇനി അപ്പർച്ചർ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് F4 എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ F4 ആണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങളത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞ് അതായത് ഒരു ഡാർക്കായി വന്നുകൊണ്ടേയിരിക്കും. അത് F നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു വരും. ഇനി ഇതേ കേസ് തന്നെയാണ് ISOയുടെയും കാര്യത്തിൽ. ഇപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ ISO 400 ആണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നതെങ്കിൽ ISO 320 ആകുമ്പോൾ നിങ്ങളുടെ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് ഒരു പൊടിക്ക് കുറയും. വീണ്ടും അത് 200 ആക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഡാർക്കാവും. അത് 100 കൊണ്ടുവരുമ്പോൾ വീണ്ടും ഡാർക്കാവും. ഇനി തിരിച്ച് 400 നിന്ന് മുകളിലോട്ട് പോയിട്ട് 640 500 ഒക്കെ ആക്കുമ്പോൾ ചിത്രത്തിന് ഒരു ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ച് കൂടും. അവിടുന്ന് വീണ്ടും ISO കൂട്ടുമ്പോൾ ചിത്രത്തിന് ബ്രൈറ്റ്നസ് കൂടി വരും. ഇങ്ങനെയാണ് നമ്മൾ ഈ കൺട്രോൾസ് നിങ്ങളുടെ ചിത്രത്തിനെ ബാധിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങളിൽ, അതായത് 3 എക്സ്പോഷർ ട്രയാങ്കിളിലുള്ള 3 കൺട്രോൾസിനെയും പ്രയോഗിക്കാൻ പറഞ്ഞതിൽ എക്സ്പോഷർ എങ്ങനെയാണ് കൃത്യമാവുന്നത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് എന്താണ് എക്സ്പോഷർ എന്ന് നോക്കാം. ഫിലിം യുഗത്തിലാണെങ്കിൽ എക്സ്പോഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിലിമിലേക്ക് പ്രകാശം തട്ടുമ്പോൾ സംഭവിക്കുന്ന രാസപ്രവർത്തനത്തെയാണ് എക്സ്പോഷർ എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഡിജിറ്റൽ യുഗം വന്നതോടുകൂടി എക്സ്പോഷർ എന്നതിനുള്ള വിശദീകരണം അല്ലെങ്കിൽ വ്യാഖ്യാനം ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് എന്നായി മാറിയിട്ടുണ്ട്. അതായത് എക്സ്പോഷർ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഓവർ എക്സ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടി വയ്ക്കുക എന്ന് തന്നെയാണ്. അതുപോലെ അണ്ടർ എക്സ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കുറക്കുക എന്നും തന്നെയാണ് ഈ കാലത്ത് എക്സ്പോഷറിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ എക്സ്പോഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിത്രത്തിൻ്റെ തെളിച്ചമാണ്. അപ്പോൾ എക്സ്പോഷർ മനസ്സിലാവാൻ വേണ്ടി, അതായത് കൃത്യമായ തെളിച്ചമുള്ള ഒരു പടത്തിനെ നമ്മൾ കറക്റ്റ് എക്സ്പോസ്ഡ് ഇമേജ് എന്ന് പറയും. ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എക്സ്പോഷർ ട്രയാങ്കിളിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ, ഒരു ടാപ്പും അതിലൂടെ ഒഴുകി വരുന്ന വെള്ളവും പിന്നെ ഒരു ബക്കറ്റ് നിറയുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായ ബ്രൈറ്റ്നസ് ഉള്ള ഒരു ചിത്രം കിട്ടുക എന്നതാണ്. ഈ ഉദാഹരണത്തിൽ, അതായത് ബക്കറ്റിൻ്റെ ഈ ഒരു ഉദാഹരണത്തിൽ നമുക്ക് 3 രീതിയിലാണ് ബക്കറ്റ് നിറയുന്ന ആ ഒരു പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ സാധിക്കുക. ഇവിടെയുള്ള ടാപ്പ് തുറക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ടാപ്പ് പകുതി തുറക്കാം, കുറച്ച് ഭാഗം തുറന്നു വെക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ടും തുറക്കാം. ഇത് നമുക്ക് അപ്പർച്ചർ ആണ് എന്ന് കണക്ക് കൂട്ടാം. മൂന്നാമത്തേത് നമുക്ക് പൈപ്പിൻ്റെ വണ്ണമാണ്. പൈപ്പിൻ്റെ വണ്ണം എന്നുള്ളത് ISO എന്ന കൺട്രോളിനെ സൂചിപ്പിക്കുന്നു. ഇനി ടാപ്പ് എത്ര നേരം തുറന്നു വയ്ക്കുന്നു എന്നുള്ളതിനെ നമുക്ക് ഷട്ടർ സ്പീഡ് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ, നമുക്ക് നേരിയ ഒരു പൈപ്പാണ് ഭിത്തിയിലൂടെ വന്നിരിക്കുന്നത്. നമ്മുടെ ടാപ്പ് അതിലൂടെ വരുന്നത് വളരെ കുറച്ച് വെള്ളമാണ്. അപ്പോൾ നമുക്ക് ടാപ്പ് മുഴുവനായി തുറന്നിട്ട് ഒരു മിനിറ്റ് നേരം വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ബക്കറ്റ് നിറഞ്ഞു കിട്ടും. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയയിൽ നമുക്ക് ഇത്രയും 1 മിനിറ്റ് നേരം ബക്കറ്റ് വെച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ പുറകിൽ വെള്ളം എടുക്കാൻ വേറെ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ ടാപ്പ് മുഴുവനായിട്ട് തുറന്നു, എന്നിട്ടും 1 മിനിറ്റ് നിന്നാൽ മാത്രമേ നമ്മുടെ ബക്കറ്റ്
നിറഞ്ഞു കിട്ടുന്നുള്ളൂ. അതായത് നമ്മുടെ ഷട്ടർ സ്പീഡ് പരമാവധി ലോങ് എക്സ്പോഷറിലിട്ടു, നമ്മുടെ ക്യാമറയിലുള്ള പരമാവധി സെറ്റിങ്ങിലേക്ക് എത്തി, എന്നിട്ട് നമ്മുടെ അപ്പർച്ചർ മാക്സിമം തുറന്നു, എഫ് നമ്പർ വളരെ കുറവ് ഉപയോഗിച്ചു, എന്നിട്ടും ചിത്രം കുറേ നേരം എടുക്കുന്നുണ്ട് ഒരു ചിത്രം കിട്ടാൻ വേണ്ടി. നമുക്ക് ആ സമയം കുറക്കണം. അതിനെന്താണ് ചെയ്യാൻ പറ്റുക? ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈപ്പിൻ്റെ വണ്ണം കൂട്ടുക, വെള്ളം വരുന്ന പൈപ്പിൻ്റെ വണ്ണം കൂട്ടുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലൊരു ഓപ്ഷനുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആദ്യം 1.5 ഇഞ്ചിൻ്റെ ഒരു പൈപ്പാണ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു 2 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ടു, അതായത് ISO ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 2 ഇഞ്ചിൻ്റെ പൈപ്പിലൂടെ വളരെ ശക്തിയിൽ വെള്ളത്തോട്ട് വരാൻ തുടങ്ങി. അതോടുകൂടി ബക്കറ്റ് അതായത് നമ്മുടെ ടാപ്പ് മുഴുവൻ തുറക്കുകയാണെങ്കിൽ കുറച്ച് നേരം തുറന്നാൽ മതി, ഒരു 10 സെക്കൻഡ് തുറന്നു വയ്ക്കുമ്പോഴത്തേനും ബക്കറ്റ് നിറഞ്ഞ് കിട്ടാൻ തുടങ്ങി. ഇനി ചില സമയങ്ങളിൽ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ, അതായത് വളരെ ശക്തിയിൽ വരുന്ന വെള്ളം നമ്മൾ പെട്ടെന്ന് തുറന്ന് പെട്ടെന്ന് അടയ്ക്കുമ്പോൾ അതിനകത്ത് ബക്കറ്റിൽ നിന്ന് വെള്ളം തൂവിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുറത്തോട്ട് ഓവർഫ്ലോ വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ടാപ്പ് തുറക്കുന്ന സമയം കുറച്ച് കൂട്ടുക. ഇപ്പം നമുക്ക് 10 സെക്കൻഡാണ് തുറന്നിട്ട് വെള്ളം ബക്കറ്റ് ഫുള്ളായതെങ്കിൽ നമ്മൾ ടാപ്പ് പകുതിയേ ഇനി തുറക്കുന്നുള്ളൂ. അതായത് അപ്പർച്ചർ നമ്മൾ നമ്പർ കൂട്ടുകയാണ്, അതായത് ലെൻസിൻ്റെ ഓപ്പണിങ് കുറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബക്കറ്റിലേക്ക് വെള്ളം വരുന്ന പൈപ്പ് വലിയതാണെങ്കിൽ കൂടി ബക്കറ്റിലോട്ട് വരുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ കുറവാണ്, കാരണം നമ്മൾ ടാപ്പ് പകുതിയേ തുറന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ 10 സെക്കൻഡ് കൊണ്ട് ഫുൾ ടാപ്പ് തുറന്നപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് നിറഞ്ഞിരുന്നത് ഇപ്പോൾ ടാപ്പ് പകുതി മാത്രമേ തുറക്കുന്നുള്ളൂ. അതുകൊണ്ട് 20 സെക്കൻഡ് കൊണ്ട് ഒരു നല്ല രീതിയിൽ അത് നിറഞ്ഞു കിട്ടും, തൂവിപ്പോകാതെ നല്ല രീതിയിൽ നിറഞ്ഞു കിട്ടും. ഇതേപോലെ പല രീതിയിലും നമുക്ക് എക്സ്പോഷറിനെ കൺട്രോൾ ചെയ്യാം. അപ്പർച്ചറും ഷട്ടർ സ്പീഡും ISOയും ഉപയോഗിച്ചിട്ട് വ്യത്യസ്ത കോമ്പിനേഷൻസിൽ നമുക്ക് എക്സ്പോഷറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും നമ്മൾ ഓൾറെഡി ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പറഞ്ഞു, ഇനിയും എന്താണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പഠിക്കാനുള്ളത് എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും എക്സ്പോഷർ ട്രയാങ്കിളിലുള്ള ഓരോ കൺട്രോൾസും, ഷട്ടർ സ്പീഡ് ആവട്ടെ, അപ്പർച്ചർ ആവട്ടെ, ISO ആവട്ടെ, അതിൻ്റെ വാല്യൂസ് മാറ്റുന്നതിന് നമ്മുടെ ഫോട്ടോയുടെ ഫ്രെയിമിലുള്ള ഒബ്ജക്ട്സുമായിട്ടും അതിൻ്റെ ചലനങ്ങളായിട്ടും അതിൻ്റെ ലൈറ്റുമായിട്ടും ഒക്കെ നേരിട്ട് ബന്ധമുണ്ട്. അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് ഈ എക്സ്പോഷർ ട്രയാങ്കിളിലുള്ള ഓരോ കൺട്രോൾസും മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതിന് വിപരീതമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സെറ്റിങ്സ് മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ചിത്രം പരാജയപ്പെട്ടു പോകും. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇനി ഓരോരു ഷട്ടർ സ്പീഡ് മാറ്റുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, അത് എപ്പോൾ മാറ്റണം, എങ്ങനെ മാറ്റണം, അത് എന്തായിരിക്കും, അതിൽ റോങ് ആയാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഓരോ അപ്പർച്ചറിൽ എന്ത് വരും, ISOയിൽ എന്താണ് സംഭവിക്കുക, ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് അടുത്ത സെഷൻ മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്.